ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൻ്റെ പാർട്ട് 2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ മെയിൻലി ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻസ് കഴിഞ്ഞ പാർട്ടിൽ തന്നെ പറഞ്ഞിരുന്നു. പിന്നെ അതിൻ്റെ ഒരു 1-2 ചോദ്യങ്ങൾ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവെൽസ് കാണുന്നു. അതായത് ഇപ്പം നേരത്തെ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു ഡിക്രീസ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിച്ചു. ഇനി ആ ഫംഗ്ഷൻ ഏതൊക്കെ ഇൻ്റർവെല്ലിൽ എവിടം മുതൽ എവിടം വരെ ഇൻക്രീസ് ചെയ്യുന്നു, എവിടം മുതൽ എവിടം വരെ ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ ലോക്കൽ മിനിമ, ലോക്കൽ മാക്സിമ, ആബ്സല്യൂട്ട് മിനിമ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, അതിൽ ടാൻജൻസ് ആൻഡ് നോർമൽസ്, അപ്രോക്സിമേഷൻസ് എന്നൊക്കെ പറഞ്ഞ് 2 പാർട്ട് ഡിലീറ്റഡ് ആണ്. അപ്പോൾ 4-5 പാർട്ടൊക്കെ വരുന്നുള്ളൂ. ചെറിയ ചാപ്റ്ററാണ്. സോ അതുകൊണ്ട് തന്നെ മാക്സിമം ഇന്നത്തെ വീഡിയോയിലൂടെ തന്നെ അത് തീർക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം ചെയ്യാം. ഫംഗ്ഷൻ തന്നു, f(x) = cos x എന്ന് തന്നു. ഓക്കെ, ഈ ഫംഗ്ഷൻ 0 to π സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണെന്നും π to 2π ഇൻക്രീസിങ് ആണെന്നും 0 to 2π ഇൻക്രീസ് ചെയ്യുന്നുമില്ല ഡിക്രീസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ രണ്ടും ചെയ്യുന്നുണ്ട്, ഒരേ നിരക്കിലായതുകൊണ്ട് ക്യാൻസലായി പോകുന്നു എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആദ്യം തന്നെ f'(x) കാണണം, -sin x. ഓക്കെ, -sin x എന്ന് പറയുന്നത് എന്താണ്? <0 ആണ് അല്ലേ? ഓക്കെ, ഇപ്പോൾ ASTC ക്വാഡ്രൻസ് എടുക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി അങ്ങനത്തെ എന്തെങ്കിലും ഒരു കോഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ പറ്റും. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോഴേക്കും 0 to π എന്താണ്? sin x > 0 ആണ്. പക്ഷെ -sin x, ഇപ്പോൾ sin x എന്ന് പറയുന്നത് എന്തെടുത്താലും > 0 ആണ്. പക്ഷെ രണ്ട് സൈഡിലും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? ഇന്നെക്വാളിറ്റി ചേഞ്ച് ആവുന്നു. ഓക്കെ, സോ -sin x < 0. അതുകൊണ്ട് നമുക്ക് പറയാം ഫംഗ്ഷന്റെ സ്ലോപ്പ്, ചരിവ് എന്താണ്? കുറഞ്ഞു വരുവാണ്. സോ അത് ഡിക്രീസിങ് ആണ്. ഇനി π to 2π ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്താണ്? സ്ലോപ്പ് -sin x > 0 ആണ്. ഓക്കെ, f'(x) എന്ന് പറയുന്നത് > 0 ആണ് അല്ലേ? f'(x) > 0 ആണ്. അപ്പോൾ നമുക്ക് പറയാം ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസിങ് ആണ്. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് 0 to 2π വരുമ്പോൾ ഇങ്ങനെ ഒരു ഫുൾ സർക്കിൾ റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് പറയാം. സോ ഇവിടം വരെ ഇപ്പോൾ 2 സ്ഥലത്ത് സൈൻ പോസിറ്റീവ് ആണ്, അത് വേറെ 2 ക്വാഡ്രന്റിൽ സൈൻ നെഗറ്റീവ് ആണ്. സോ രണ്ടിടത്ത് കൂടി രണ്ടിടത്ത് കുറഞ്ഞു, 0 എഫക്ട്. അപ്പോൾ നമുക്ക് പറയാം ഇൻക്രീസിങ്ങും അല്ല ഡിക്രീസിങ്ങും അല്ല. ഓക്കെ, ജസ്റ്റ് ഒരു ബേസിക് കണക്കാണ്. ഇനിയുള്ളതാണ് ഇന്റർവെല്ല് ബേസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കണക്ക് ചോദ്യം നോക്കാം. f(x) = x² - 4x + 6 എന്നുള്ള ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ആവുന്ന ഇന്റർവെൽസ് കാണുക. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് f'(x) കാണുക. അതെന്ന് പറയുന്നത് എത്രയാണ്? x² 2 താഴോട്ട്. സോ 2x - 4x 4 ആണ്, 6 ഇല്ല, 0 ആണ്. സോ 2x - 4 എന്ന് കിട്ടി. ഇനി f'(x) 0 ഇക്വേറ്റ് ചെയ്യിക്കുക. സോ 2x - 4 = 4, 2x = 4, x = 2. ഈ x = 2-നെയാണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അവിടെ വെച്ചാണ് ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള, നിർണായകമായിട്ടുള്ള എന്തോ ഒരു കാര്യം നടക്കുന്നത്. ഓക്കെ, എന്താണെന്ന് പിന്നീട് നോക്കാം. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി. ഇനി ചെയ്യേണ്ടത് ക്രിട്ടിക്കൽ പോയിന്റ് നമ്മുടെ റിയൽ ലൈനെ 2 പാർട്സ് ആക്കി തിരിക്കുന്നു. -∞ മുതൽ 2 വരെയും 2 മുതൽ ∞ വരെയും. ഓക്കെ, ഇനി ഇഷ്ടമുള്ള സ്ഥലത്ത് -∞ക്കും 2ക്കും ഇടയിലുള്ള ഒരു പോയിന്റ് എടുക്കുക, 3 എടുക്കാം. അപ്പോൾ f'(3) കാണുക. ഓക്കെ, സോ 2 × -3 - 4. അപ്പം എത്ര കിട്ടി? -6 - 4 വിച്ച് ഇസ് -10. അതെന്ന് പറയണത് എന്താണ്? <0 ആണ് അല്ലേ? സോ നമുക്ക് പറയാം ഇതെന്താണ്? ഡിക്രീസിങ് ആണ്. അതായത് ഇവിടെ സ്ലോപ്പ് കുറഞ്ഞു വരുവാണ്. ഓക്കെ, സോ അതെന്താണ്? ഡിക്രീസിങ് ആണെന്ന് പറയാം. അതായത് -∞ മുതൽ 2 വരെയുള്ള ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. ഇനി അതേസമയം f'(2)ക്കും ∞ ഇടയിലുള്ള ഒരു പോയിന്റ് 5 എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ 2 × 5 - 4 വിച്ച് ഇസ് 6 > 0. അതായത് ഫംഗ്ഷന്റെ സ്ലോപ്പ് എടുക്കുന്ന സമയത്ത് > 0 ആണ്, അതായത് 2 മുതൽ ∞ വരെ. ഹെൻസ് നമുക്ക് പറയാം ഇവിടെ എന്താണ്? ഇൻക്രീസിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻക്രീസിങ്ങും ഇവിടെ ഡിക്രീസിങ്ങും. ഇപ്പം ഇങ്ങനെ ഒരു രൂപം മനസ്സിലാലോചിച്ചാൽ മതി. -∞ മുതൽ 2 വരെ വരുന്ന സമയത്ത്
ഡിക്രീസിങ് ആയിട്ട് വരുന്നു. പിന്നെ 2 തൊട്ട് ഇൻഫിനിറ്റി വരുമ്പോഴേക്കും ഒരു ഇൻക്രീസും വരുന്നു. സോ അതുകൊണ്ടാണ് 2നെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് അവിടെയാണ് അതിന്റെ ക്രിട്ടിക്സ് ഇരിക്കുന്നത്. അതായത് നിർണായകമായിട്ട് അതിന്റെ ഒരു തീരുമാനം, ഭാവി എന്ന് പറയുന്നത് അവിടെയാണ്. അവിടെ കഴിഞ്ഞാൽ അത് വേറെ പോലെയാണ് ആക്ട് ചെയ്യുക. സോ അതുകൊണ്ടാണ് അതിന് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് വെച്ചിട്ട് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു ഫംഗ്ഷൻ ഒന്നും അത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ആവുന്ന ഇന്റർവെൽ ആവുന്നത് കാണാനാണ് ചോദിക്കുന്നതെങ്കിൽ ഫംഗ്ഷൻ എഴുതുക, f' കാണുക, 0 ഇക്വേറ്റ് ചെയ്യിക്കുക, ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടുന്നു. ഓക്കെ, എത്ര ഇന്റർവെൽ ആക്കിയിട്ടാണോ അതെല്ലാം ഇങ്ങനെ ആക്കിയെടുക്കുക. എന്നിട്ട് ആ ഇന്റർവെൽസിന് ഇടയിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് ഫംഗ്ഷന്റെ സ്ലോപ്പ് കാണുക. അത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇൻക്രീസിങ്, ലെസ് ദാൻ 0 ആണെങ്കിൽ ഡിക്രീസിങ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്യുക. ഇനി ഇതുപോലെ തന്നെ വേറൊരു ചോദ്യം നോക്കാം. f(x) = 4x³ - 6x² - 72x + 30 എന്നുള്ള ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ആവുന്ന ഇത് കാണുക. ഓക്കെ, സോ നമ്മൾ ആദ്യം f' കാണണം. f' കാണുമ്പോൾ ഇങ്ങനെ 12x² - 12x - 72. ഞാൻ പറഞ്ഞ് ചെയ്യിക്കുന്നില്ല, കാര്യം കുറേ തവണ ഡിഫറൻസിയേഷൻ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി 12 എല്ലാത്തിലും കോമൺ എടുക്കുക. സോ x² - ഇവിടെ നിന്ന് x മാത്രം, ഇവിടെ നിന്ന് 6. ഓക്കെ, അതിനെ 0 ഇക്വേറ്റ് ചെയ്യുക. 12 ഇങ്ങോട്ട് പോകുമ്പോൾ 0 കിട്ടും. സോ x² - x - 6 = 0. ഓക്കെ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇട്ട് സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ x - 3 × x - 2 = x + 2 = 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എക്സിന്റെ വാല്യൂസ് എന്തൊക്കെ വരാം? 3 വരാം, -2 വരാം. സോ 3 and -2 ആർ ദ ക്രിട്ടിക്കൽ പോയിന്റ്സ്. അവിടെ വെച്ചിട്ടാണ് മാറ്റം വരുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ലൈനെ കട്ട് ചെയ്യാം. -2, 3, ഇൻഫിനിറ്റി, -ഇൻഫിനിറ്റി. സോ എന്ത് ചെയ്യാം? f' ഇവിടത്തെ ഇഷ്ടമുള്ള ഒരു പോയിന്റ് എടുക്കുക, ആ വാല്യൂ കൊടുക്കുക. അപ്പോൾ അതെന്ത് കിട്ടും? ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ് വരുന്നത്, ഗ്രേറ്റർ ദാൻ 0 വരും. ഓക്കെ, ഇനി f' ഇവിടെ ഒരു പോയിന്റ് എടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ ഇടാൻ പാടില്ല, ജസ്റ്റ് ഒരു തവണ കാണിച്ചത് കൊണ്ട് ഒന്ന് ഇങ്ങനെ കാണിക്കുന്നു എന്നുള്ളൂ. ഓക്കെ, അതെന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയിരിക്കും. ഇനി f' ഈ ഒരു ചിഹ്നം, അപ്പം അത് വന്ന സമയത്ത് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, അപ്പം നമുക്ക് പറയാം -ഇൻഫിനിറ്റി മുതൽ -2 വരെ വരുന്ന കേസിൽ ഇൻക്രീസിങ് ആണ്, -2 മുതൽ 3 വരെ ഡിക്രീസിങ് ആണ്, 3 മുതൽ ഇൻഫിനിറ്റി വരെ ഇൻക്രീസിങ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ആ വരുന്ന ഇന്റർവെൽസ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ എന്നുള്ള കേസിൽ വരുന്നത്. ജസ്റ്റ് ആ ഒരു ഫംഗ്ഷൻ തരുന്നു, ഇൻക്രീസിങ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യുക? സ്ലോപ്പ് എടുക്കുക. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇൻക്രീസിങ് ആണ്, ലെസ് ദാൻ 0 ആണെങ്കിൽ ഡിക്രീസിങ് ആണ്. ഇനി അത് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ആവുന്ന ഇന്റർവെൽ ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഒരു മെത്തേഡിൽ ചെയ്യുക. ഫംഗ്ഷൻ എടുക്കുക, f' 0 ഇക്വേറ്റ് ചെയ്യിക്കുക, ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടുന്നു, ക്രിട്ടിക്കൽ പോയിന്റ്സിന് റിയൽ ലൈനിൽ കട്ട് ചെയ്യുന്നു, അതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും പോയിന്റ്സ് എടുക്കുന്നു, ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നോക്കുന്നു, ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനനുസരിച്ച് ഇൻക്രീസിങ് ഡിക്രീസിങ് പറയാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ആ ഒരു സെക്ഷനിൽ വരുന്നത്. ഓക്കെ, പിന്നെ അതുമായിട്ട് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ടെക്സ്റ്റിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് മാക്സിമ ആൻഡ് മിനിമ എന്ന് പറയുന്നത്. മാക്സിമ ആൻഡ് മിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എടുത്തു, അതിൻ്റെ ഒരു മാക്സിമം വാല്യൂ ഉണ്ടാകും, മിനിമം വാല്യൂ ഉണ്ടാകും, അതിനൊരു ഉയർച്ച ഉണ്ടാകും, ഒരു താഴ്ച ഉണ്ടാകും. ആ ഉയർച്ചയും താഴ്ചയും കണ്ടുപിടിക്കലാണ് മാക്സിമ ആൻഡ് മിനിമ എന്ന് പറയുന്നത്. ജസ്റ്റ് ആ ഫംഗ്ഷൻ്റെ ഏറ്റവും ടോപ്പ് വാല്യൂ ഏതാണ്, ഏറ്റവും ലീസ്റ്റ് വാല്യൂ ഏതാണ്, അതാണ്. ഇപ്പോൾ x² ഗ്രാഫ് എടുത്തു, x² മിനിമം വാല്യൂ വന്നത് 0 മാക്സിമം വാല്യൂ വന്നത് എവിടെ? അറിയത്തില്ല, അതില്ല. മാക്സിമം പോകുന്നത് ഇൻഫിനിറ്റിയിലേക്കാണ്. സോ അതിന് മാക്സിമം വാല്യൂ അങ്ങനെ പറയാനില്ല. ഇനി മോഡെക്സിനാണെങ്കിലും സെയിം തന്നെ, മിനിമം വാല്യൂ 0 മാക്സിമം വാല്യൂ പറയാനില്ല. ഓക്കെ, എക്സ് ആണെങ്കിലും സെയിം തന്നെ. ഇപ്പോൾ എക്സ് എന്നുള്ള ഫംഗ്ഷൻ 0, 1 എന്നുള്ള ഇന്റർവെല്ലിൽ പറയുകയാണെങ്കിൽ മാക്സിമവും പറയാനില്ല, മിനിമവും പറയാനില്ല. അങ്ങനത്തെ ഒരു രീതിക്കാണ് അത് പോകുന്നത്. ഓക്കെ, അത് നമുക്ക് അങ്ങനത്തെ ഇപ്പോൾ ചോദ്യങ്ങൾ തരുന്നു. അപ്പോൾ അങ്ങനെ എവിടേക്കാണ് നമുക്കത് ലോക്കൽ മാക്സിമ വരുന്നത്, മിനിമ വരുന്നത് എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എടുക്കുക, f(x) = x³ - 3x³ + 3. ഇപ്പം ഞാൻ ലോക്കൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്തു. ലോക്കൽ മാക്സിമ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ലൊക്കാലിറ്റി എടുക്കുക. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എടുത്തു, അത് കുറച്ച് സ്ഥലത്ത് വരുന്നു, താഴ്ന്നു. അപ്പം അങ്ങനെ
പല സ്ഥലത്ത് പോകും. അപ്പോൾ ഇത്ര ലൊക്കാലിറ്റി എടുക്കുക. ആ ലൊക്കാലിറ്റിയിൽ ഏറ്റവും മാക്സിമം വാല്യൂ ആണ് ലോക്കൽ മാക്സിമം, ഏറ്റവും മിനിമം വാല്യൂ ആണ് ലോക്കൽ മിനിമം. ഓക്കെ, അപ്പോൾ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കാണാൻ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. രണ്ടിട്ടാലും ആൻസർ കിട്ടും. പക്ഷെ മിക്കവരും ഫസ്റ്റ് ഡെറിവേറ്റീവ് പഠിച്ച് സെക്കൻഡ് ഡെറിവേറ്റീവ് പഠിക്കുമ്പോഴേക്കും സെക്കൻഡ് ഡെറിവേറ്റീവ് ചെയ്യുക. അതാ കുറച്ചുകൂടി എളുപ്പം ഫസ്റ്റ് ഡെറിവേറ്റീവിനേക്കാളും. പക്ഷേ സെക്കൻഡ് ഡെറിവേറ്റീവ് കേസ് ഫെയിൽ ആവുന്ന കേസസിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പോയി ചെയ്യണം. സോ അവസാനം നമ്മുടെ ഒരു പരിധിയിൽ നമ്മൾ വിട്ടുപോയെന്ന് വിചാരിക്കും നമ്മളെ രക്ഷിക്കുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ടും പഠിച്ചു വെക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ് ആദ്യം ചെയ്യുക, എന്നിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഇപ്പൊ ലോക്ക് എന്നുള്ളതിന് പകരം റിലേറ്റീവ് എന്നുള്ള ഒരു വാക്കും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ തന്നെ കാണും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോകുന്നു, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകുന്നു, അങ്ങനത്തെ ഒരു കേസുണ്ട്. സോ അങ്ങനെയൊന്നും ഇല്ലാതെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഒരു സീറോയിൽ തന്നെ കിടക്കുവാണെങ്കിൽ നമ്മൾ അതിനെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്നൊക്കെ പറയും. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യം ചെയ്യാം. f(x) തന്നു, അതിന്റെ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കാണാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. സോ അതിനായിട്ട് നമ്മൾ ആദ്യം സ്ലോപ്പ് കണ്ടുപിടിക്കുക. f'(x) കാണുക. അപ്പോൾ എന്തും 3x² മൈനസ് 3 എന്ന് കിട്ടും. ഓക്കെ, അതിനെ 0 ഇക്വേറ്റ് ചെയ്യിക്കുക. സോ 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുമ്പോൾ 3 കിട്ടും. സോ x² എന്ന് പറയുന്നത് എന്താണ്, 1 ആയിട്ട് വരും. സോ x is equal to -1 and 1. ഓക്കെ, ലോജിക്. x -1ഉം 1ഉം ആണ്. സോ x -1 1ൽ ഒരെണ്ണമാണ് ലോക്കൽ മാക്സിമം, ഒരെണ്ണമാണ് ലോക്കൽ മിനിമം. അത് ഏതാണെന്നാണ് ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണം ജസ്റ്റ് ഒന്ന് നമ്പർ ലൈന് മാർക്ക് ചെയ്തേക്കാം. -1 1 -∞ ഇൻഫിനിറ്റി മാർക്ക് ചെയ്തു. ഇനി -1നും അപ്പുറം ഇപ്പുറം 1ന് അപ്പുറം ഇപ്പുറം ഒരു ചെറിയ ഇന്റർവെൽ എടുക്കുക. എന്നിട്ട് ഇവിടത്തെ ഫംഗ്ഷന്റെ സ്ലോപ്പ് നോക്കുന്നു, ഇവിടത്തെ ഫംഗ്ഷന്റെ സ്ലോപ്പ് നോക്കുന്നു. എന്നിട്ട് ഇവിടെ കൂടുതലും, അതായത് ഇവിടെ ഫംഗ്ഷന്റെ സ്ലോപ്പ് പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കില്ല ഫംഗ്ഷൻ പോവുക. അപ്പൊ നമുക്ക് എന്ത് പറയാം, അതാണ് ലോക്കൽ മിനിമം. ഓക്കെ, അതേസമയം ഇവിടെ മൈനസ് ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല പോകുന്നത്. ഇവിടെ അത് തിരിഞ്ഞു പോയി, സോറി. ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഇങ്ങനല്ലേ വരിക. സോ ഇതാണ് എന്ത്, ലോക്കൽ മാക്സിമം. ഇവിടെ മൈനസ് ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇങ്ങനല്ലേ വരുള്ളൂ. സോ ഇതാണ് ലോക്കൽ മിനിമം. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കും. ഇവിടെ ഫംഗ്ഷന്റെ സ്ലോപ്പ് നെഗറ്റീവും ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ടു പോസിറ്റീവ്. സോ ഇറ്റ്സ് ലോക്കൽ മിനിമം. സോ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ -1നും അപ്പുറം ഇപ്പുറം രണ്ട് വാല്യൂസ് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് എടുക്കുന്നു. f'(-1.1) f'(0.9) എന്നത് 0.1 വ്യത്യാസത്തിലാണ് ഞാൻ എടുക്കുന്നത്. f'(1.1) f'(0.9). ഓക്കെ, എന്നിട്ട് ഇതിന്റെ വാല്യൂസ് നോക്കും. ഓക്കെ, അപ്പോൾ f'(x) ആണ് ഇത്. ഓക്കെ, അപ്പോൾ f'(-1.1) എന്ന് പറയുമ്പോഴേക്കും വാല്യൂ ഇടുക. ഓക്കെ, അതെന്ത് ചെയ്താലും >0 ആയിരിക്കും, 0 വലുതായിരിക്കും. ഇത് വരുമ്പോഴേക്കും മൈനസ് ഉണ്ട്, 0 ചെറുതായിരിക്കും. ഓക്കെ, ഈ ഒരു സെക്ഷനാണ് നെഗറ്റീവ് പാർട്ടി, ഇതിൻ്റെയാണ് നോക്കുന്നത്. സോ ഇവിടെ വരുമ്പോഴേക്കും കൂടുതലാണ്, ഇവിടെ വരുമ്പോഴേക്കും കുറഞ്ഞു വരുവാണ്. ഓക്കെ ഓക്കെ സോ അപ്പം എങ്ങനെയാണ് ഇത് ചേഞ്ച് വരുന്നത്? ഇവിടെ -1.1ഉം -0.9ഉം ആണെങ്കിൽ ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ കൂടി വരുവാണ്, പിന്നെ ഇതിലോട്ട് പോകുമ്പോൾ കുറഞ്ഞു. സോ അതെന്താണ്? ലോക്കൽ മാക്സിമയാണ്. സോ നമ്മുടെ പോയിന്റ് -1 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ലോക്കൽ മാക്സിമ. ഇനി 1.1 എടുക്കുന്ന സമയത്ത് ദിസ് വിൽ ബി >0, പക്ഷെ ഇതെന്താണ് <0 ആണ്. സോ ഇത് 0.9ഉം 1.1ഉം ആണെങ്കിൽ ഇത് <0, കുറഞ്ഞു കുറഞ്ഞു വന്നു, പിന്നെ കൂടി. സോ ഇതെന്താണ്? ലോക്കൽ മിനിമ. ഓക്കെ, അപ്പം നമ്മുടെ ലോക്കൽ മാക്സിമ എന്ന് പറയുന്നത് -1ഉം ലോക്കൽ മിനിമ എന്ന് പറയുന്നത് 1ഉം. ഇനി ഇതിന്റെ ലോക്കൽ ആ പോയിന്റ് കിട്ടി, ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ കിട്ടി. ഇതിന്റെ അതിന്റെ വാല്യൂ, ലോക്കൽ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ ലോക്കൽ മിനിമം വാല്യൂ എന്ന് പറയുമ്പോൾ f() ഇടുക. അതിട്ട് കഴിഞ്ഞാൽ ലോക്കൽ മാക്സിമം
വാല്യൂം കിട്ടും. സോ ഇങ്ങനെയാണ് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമം കാണുന്നത്. ഇനി എൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഒന്നുമില്ല, എഫ് ഓഫ് എക്സ് തന്നു, സോ എഫ് ഡാഷ് ഓഫ് എക്സ് തന്നു. എഫ് ഡാഷ് ഓഫ് എക്സിനെ സീറോയിലോട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടും. എന്നിട്ട് നമ്മൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് ക്രിട്ടിക്കൽ പോയിന്റ് കാണുക. ഓക്കെ, അത് സീറോനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ലോക്കൽ മിനിമം. ഓക്കെ, സാധാരണ ഫംഗ്ഷന് സ്ലോപ്പ് ഗ്രേറ്റർ ആവുമ്പോൾ എന്താണ്, പീക്ക് വാല്യൂ ആണ്. സോ ലോക്കൽ മാക്സിമം ആണ് വരേണ്ടത്, ഇൻക്രീസിംഗ് ആയിട്ടാണ് വരേണ്ടത്, പക്ഷെ ലോക്കൽ മിനിമയാണ്. എഫ് ഡബിൾ ഡാഷ് ഓഫ് സി പി ലെസ് ദാൻ 0 ആണെങ്കിൽ ലോക്കൽ മാക്സിമയാണ്. ഓക്കെ, ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്തു നോക്കാം. ഇപ്പോൾ എക്സ് ക്യൂബ് മൈനസ് ഇതിൽ ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടി -1ഉം 1ഉം. ഓക്കെ, ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് സി പി എന്ന് പറയുമ്പോഴേക്കും എന്താണ്, എഫ് ഡബിൾ ഡാഷ് ഓഫ് -1ഉം എഫ് ഡബിൾ ഡാഷ് ഓഫ് 1ഉം കൊടുക്കുക. ഓക്കെ, അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 കൊടുക്കുമ്പോഴേക്കും എന്താണ്, 3 - 3 3 × 1² മൈനസ് 6x വരും. ഓക്കെ, എഫ് ഡബിൾ ഡാഷ് ഓഫ് ചെയ്തില്ല. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പോഴേക്കും 6x വരും. ഓക്കെ, അപ്പോൾ അതിൽ 1 കൊടുക്കുമ്പോൾ ഇവിടെ 6ഉം ഇവിടെ -6ഉം വരും. ഓക്കെ, എക്സിന് വാല്യൂസ് കൊടുക്കുക. ഇതെന്ന് പറയുന്നത് ലെസ് ദാൻ 0യും ഇത് ഗ്രേറ്റർ ദാൻ 0യും ആണ്. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ദിസ് വിൽ ബി ലോക്കൽ മിനിമ, ലെസ് ദാൻ 0 ആണെങ്കിൽ ഇറ്റ് വിൽ ബി ലോക്കൽ മാക്സിമ. ഇത് തന്നെയല്ല നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവിലും കിട്ടിയത്. ഓക്കെ, സോ രണ്ടും സെയിം തന്നെയാണ്, ഒരു ഉത്തരം തന്നെ കിട്ടും. പക്ഷെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് കുറച്ചുകൂടെ സിമ്പിൾ, സൈൻ ഒന്നും മാറുന്നില്ല. സോ അങ്ങനത്തെ അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ലോക്കൽ മാക്സിമം വാല്യൂ, ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം ഉള്ള പോയിന്റ്സ് കണ്ടുപിടിക്കലാണ് ഫസ്റ്റ്. അപ്പോൾ അത് കാണുക. പിന്നെ അതിൻ്റെ വാല്യൂ കാണാനാണെങ്കിൽ എഫ് ഓഫ് രണ്ടിൻ്റെയും കാണുക. ലോക്കൽ മാക്സിമം വാല്യൂ ആൻഡ് ലോക്കൽ മിനിമം വാല്യൂ ആണെങ്കിൽ എഫ് ഓഫ് ചേർത്ത് ആ വാല്യൂ കാണാം. ഓക്കെ, പിന്നെ നമുക്ക് ആബ്സല്യൂട്ട് എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഉള്ള, ആബ്സല്യൂട്ട് മാക്സിമവും ആബ്സല്യൂട്ട് മിനിമവും. ഓക്കെ, അതെന്ന് പറയുന്നത് ഇന്ന ലൊക്കാലിറ്റി എന്നില്ല, മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് എവിടെയാണ് കൂടുതൽ എവിടെയാണ് കുറവ്, അതാണ് ആബ്സല്യൂട്ട് മാക്സിമം ആൻഡ് ആബ്സല്യൂട്ട് മിനിമം. വാല്യൂ എടുക്കുവാണെങ്കിൽ എഫ് ഓഫ് ആസാനം എടുത്തു കഴിഞ്ഞാൽ ആബ്സല്യൂട്ട് മാക്സിമം ആബ്സല്യൂട്ട് മിനിമം വരും. ബേസിക്കലി അതൊരു ക്ലോസ്ഡ് ഇന്റർവെൽസിലാണ് മിക്കവാറും വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ചോദ്യം ചെയ്ത് നോക്കി. ഇവിടെ തിയറംസ് വർക്കിംഗ് റൂളൊന്നും അങ്ങനെ പറഞ്ഞ് ഇരിക്കുന്നില്ല. നമുക്ക് നേരെ എന്താണ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതായിരിക്കും ഐ തിങ്ക് ഗുഡ്. അതും കൂടെ കഴിഞ്ഞ് ഈ ചാപ്റ്റർ കഴിഞ്ഞ് നമുക്ക് എല്ലാ വിധത്തിലുള്ള ചോദ്യങ്ങളും ഇതിന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്, നിങ്ങൾക്ക് എക്സസൈസസിലുള്ള ചോദ്യങ്ങൾ, എക്സാമ്പിൾസിലുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. ഈ പറയുന്നതിനെ ബേസ് ചെയ്ത് തന്നെയാണ്, ഈ പറയുന്നതൊക്കെ തന്നെയാണ് ചോദ്യങ്ങളായിട്ടും വരുന്നത്. സോ അതൊക്കെ ചെയ്ത് നോക്കുക. എക്സാമ്പിൾസ്, എക്സസൈസസ്, മിസ്സെലൈനസ് എല്ലാം ചെയ്ത് നോക്കുക. ഇതും കൂടെ കഴിഞ്ഞാൽ വീഡിയോ കഴിഞ്ഞു, ഈ ചാപ്റ്ററും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x³ മൈനസ് 15x² പ്ലസ് 36x പ്ലസ് 1 എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഓക്കെ, ഇതിന്റെ ആബ്സല്യൂട്ട് മാക്സിമം വാല്യൂ, ആബ്സല്യൂട്ട് മിനിമം വാല്യൂ, ആദ്യം ആബ്സല്യൂട്ട് മാക്സിമം ആൻഡ് ആബ്സല്യൂട്ട് മിനിമം കാണാം, പിന്നെ അതിന്റെ വാല്യൂസും കൂടെ കാണാം. ഓക്കെ, സോ ആദ്യം നമ്മൾ ചെയ്യുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് കാണുക. അത് കാണാമല്ലോ, 6x² മൈനസ് 30x പ്ലസ് 36 ആണ്. 6 കോമൺ എടുക്കുമ്പോൾ x² മൈനസ് എക്സ് പ്ലസ് 6 എന്ന് വരും. ഓക്കെ, ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോറി, ഇവിടെ ഒരു കാര്യം വിട്ടുപോയി. 1, 5 എന്നുള്ള ഇന്റർവെല്ലിലാണ് എൻ്റെ ആബ്സല്യൂട്ട് മാക്സിമം ആബ്സല്യൂട്ട് മിനിമം കാണുന്നത് ഈ ഫംഗ്ഷൻ്റെ. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടി. 0 ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇത് സെക്കൻഡ് ഡിഗ്രി വെച്ച് സോൾവ് ചെയ്യാം. ഞാൻ ചെയ്ത് സമയം കളയുന്നില്ല. അപ്പോൾ എക്സിന് എനിക്ക് 2 എന്നും 3 എന്നും കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവിലും മീൻസ് ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ടെസ്റ്റും സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ടെസ്റ്റും ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കാണാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. ഇവിടെയും അതൊക്കെ തന്നെ യൂസ് ചെയ്യാം, പക്ഷെ എക്സ്ട്രാ നമ്മൾ ആ ഒരു എൻ പോയിന്റ്സിലുള്ളതും കൂടെ കൺസിഡർ ചെയ്യണം. എക്സ് ഇസ് ഈക്വൽ ടു 2, 3 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് 2 കാണുക, എഫ് ഓഫ് 3 കാണുക, എഫ് ഓഫ് 1, എഫ് ഓഫ് 5 അങ്ങനെയാണ്. ക്രിട്ടിക്കൽ പോയിന്റ്സിന് ഫംഗ്ഷൻ വാല്യൂ എഫ് ഓഫ് 2 കാണുക, എഫ് ഓഫ് 3 കാണുക, പിന്നെ എൻ പോയിന്റ്സിലുള്ളത് എഫ് ഓഫ് 1 കാണുക, എഫ് ഓഫ് 5 കാണുക. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ,
അപ്പം അതിനനുസരിച്ച് എക്സിന് വാല്യൂസ് കൊടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് ഇവിടെ 1 വരുമ്പോൾ 24, 2 വരുമ്പോൾ 29, 3 വരുമ്പോൾ 28, 5 വരുമ്പോൾ 56 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 4 എണ്ണം മതി. ഇതിൽ 4 ഒരെണ്ണം ആയിരിക്കും ചെറുത്, ഒരെണ്ണം ആയിരിക്കും വലുത്. അതാണ് അബ്സല്യൂട്ട് മാക്സിമം, അബ്സല്യൂട്ട് മിനിമം. അതിൻ്റെ എഫ് ഓഫ് ചേർത്ത് എഴുതുന്ന അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ, അബ്സല്യൂട്ട് മിനിമം വാല്യൂ വരുന്നത്. ഇതിലേതാണ് വലുത്? 56. സോ അബ്സല്യൂട്ട് മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. അബ്സല്യൂട്ട് മിനിമം എന്ന് പറയുന്നത് ഇതല്ലേ, സോ ഇതായിരിക്കും അബ്സല്യൂട്ട് മിനിമം പോയിന്റ്. മിനിമം പോയിന്റ് അബ്സല്യൂട്ട് മിനിമം പോയിന്റ് 1 ആണ്, അബ്സല്യൂട്ട് മാക്സിമം പോയിന്റ് 5 ആണ്. അബ്സല്യൂട്ട് മിനിമം വാല്യൂ എന്ന് പറയുന്നത് 24ഉം അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 56ഉം ആണ്. ഇങ്ങനെയാണ് എന്ത് കാണുന്നത്? അബ്സല്യൂട്ട് മാക്സിമം പോയിന്റ്, അബ്സല്യൂട്ട് മാക്സിമം മിനിമം പോയിന്റ്. പറയുമ്പോൾ ഒരു തിരിഞ്ഞുകൊണ്ടെന്നുള്ള സാധനം മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ പോയിന്റ് 2 എണ്ണം മാക്സിമം മിനിമം കാണുക, പിന്നെ അതിൻ്റെ വാല്യൂ കാണാൻ എഫ് ഓഫ് എർത്തും കൂടെ ഉള്ളത് പറയാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും മനസ്സിലാകുന്ന കരുതുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്.